ഞങ്ങളുടെ പാപ്പൻ ഇങ്ങനെയല്ല, ഞങ്ങളുടെ ഡൂഡു ഇങ്ങനെയല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആൾക്കാരെ തായോ. ഞങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ആൾക്കാരെല്ലാം അവിടെ തന്നെ ഉണ്ട്. സലീമേട്ടൻ പറഞ്ഞ ഒരു ഡയലോഗ് പറഞ്ഞു, ചേഞ്ച് വേണം, ചേഞ്ച് വേണം, എന്നിട്ട് ചേഞ്ച് തരുമ്പോ ഈ ചേഞ്ച് വേണ്ടെന്ന് പറയുന്നത്. ഫാൻ ഫോളോവിങ് വെച്ചിട്ട് ഒബിയസ്ലി പാപ്പനും ഡൂഡിനുമാണ് ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോവിംഗ് ഉള്ള കഥാപാത്രം. ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ മെയിൻ ഐക്കോണിക് ആയിട്ട് സെൻട്രൽ ക്യാരക്ടർ. സോ ഡെഫിനറ്റ്ലി ദേ ആർ ദെയർ. ബട്ട് എനിക്ക് ശശി ആശാന്റെ ക്യാരക്ടർ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ക്യാരക്ടറിലോട്ട് അങ്ങോട്ട് കയറി കഴിയുമ്പോൾ ഒരു വരവുണ്ട്. പുള്ളിയുടെ ഒരു, അതായത് ആളങ്ങോട്ട് മാറിയിട്ട് വേറൊരു പരിപാടിയാണ്. ഇപ്പൊ വൈഡാണ്, സ്വിമ്മിംഗ് പൂളിന്റെ ഇപ്പുറത്താണ് ക്യാമറ വെച്ചത്. ഞാൻ അങ്ങ് വീഴുകയാണുണ്ടായത്. വീണിട്ട് എന്നിട്ട് ഇങ്ങനെ നമ്മുടെ യോഗ പൊസിഷനിൽ എണ്ണിട്ട് എന്നിട്ട് ആ അടിമ ഞാനാണ്, അച്ഛനെ അടിമ ഞാനാണ് എന്നെ, അത് ഞാൻ അപ്പ ഇട്ടതാണ് ആ കാലി വീഴുന്നത്. ഷമീർ എന്ന് പറയുന്നത് ശരിക്കും വില്ലനാണോ അതോ പോസിറ്റീവ് സൈഡാണോ? അയാളൊരു മണ്ടനാണ്, അയാളൊരു ശിക്കാരി ശംഭുവാണ്. അത് കമ്മട്ടം വന്നിരിക്കുന്നു, വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു ട്രാവലും അതിന്റെ ബേസിസിലുള്ള പരിപാടികളാണ്. ആടുത്രി അങ്ങനെയല്ല, അതിന്റെ മാഗ്നിറ്റ്യൂഡ് വളരെ ഡിഫറെന്റ് ആണ്, അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് വളരെ ഡിഫറെന്റ് ആണ്. കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അദ്ദേഹം ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ. എന്നാലും എന്താ പറയാ, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ഒത്തു വരണ്ടേ. പ്രോബ്ലംസ് ഞാൻ അധികം സ്ട്രെസ് വെളിയിലോട്ട് കാണിക്കാറില്ല. അപ്പോൾ പ്രോബ്ലംസ് നമ്മൾ അങ്ങനെ വിടാറില്ല. അതെങ്ങനെ സോർട്ട് ചെയ്യാം എന്നുള്ളത് നമ്മൾ വി ഗോ ബാക്ക് ടു ദ ഐ മെന്റലി ഗോ ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ് ആൻഡ് സീ ഓക്കെ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു, നൗ വാട്ട് ഇസ് ഇറ്റ്, വിട്ട് കളയുന്നത്, ഫേസ് ഇറ്റ്. ഐ ഫേസ് ഇറ്റ് ആൻഡ് ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ ഇറ്റ് ആൻഡ് ആക്ട് ടുവേർഡ്സ് ഇറ്റ്. ഈ പുതിയൊരാൾ പരിചയപ്പെടുകയാണെന്നിരിക്കട്ടെ, വിജയ് ബാബു എന്തു പറഞ്ഞായിരിക്കും അയാളായിട്ട് പരിചയപ്പെടുന്നത്? നടൻ എന്ന രീതിയിലാണോ, പ്രൊഡ്യൂസർ എന്ന രീതിയിലാണോ, വേറെന്തെങ്കിലും ആണോ? ഞാൻ ആക്ച്വലി ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ആസ് എ മീഡിയ പേഴ്സൺ. പ്രൊഡ്യൂസർ എന്നായിരിക്കും ആദ്യം പരിചയപ്പെടുത്തുക. ബിക്കോസ് കൂടുതലും അറിയപ്പെടുന്നത് പ്രൊഡ്യൂസർ. പുതിയൊരാളെന്ന് പറയുമ്പോൾ അത് ചിലപ്പം നോൺ മലയാളി ആയിരിക്കാം. ഇപ്പം ഞാൻ ബോംബെയിൽ പോകുമ്പം കൂടുതലും തന്നെ അറിയപ്പെടുന്ന അങ്കമാലി ഡയറക്ഷൻ്റെ പ്രൊഡ്യൂസർ എന്നാണ്, അല്ലെങ്കിൽ ഹോം എന്ന് പറഞ്ഞ സിനിമയുടെ അപ്പോൾ ഓരോ റീജിയനിലും അല്ലെങ്കിൽ അത് അയാൾ ആരാണ് എന്നനുസരിച്ചിരിക്കും. ഇപ്പം he is a film buff and I would say that I'm an actor too. So അങ്ങനെയാണ്. ഇപ്പം കൂടുതലും മലയാളികൾക്ക് നമ്മൾ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റുമായിരിക്കും. കുറച്ചുകൂടെ വാല്യൂ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ കിട്ടും എന്നുള്ളതുകൊണ്ട്. അങ്ങനെയല്ല, നമ്മുടെ ഒബ്ജക്റ്റീവ് ഓഫ് ദാറ്റ് മീറ്റിംഗ്, there is a reason for meeting that person. What is the objective of that meeting that person? What is the circle in which I am meeting that person? Okay. So it depends on that. പണ്ട് നമ്മുടെ ഈ ഉദയ സ്റ്റുഡിയോയിലൊക്കെ സിനിമ ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഒരു മുതലാളിയാണ്. മുതലാളിയെ ചുറ്റിപ്പറ്റിയാണ് കാര്യങ്ങൾ, മുതലാളി പറയുന്നത് പോലെയാണ്. പ്രൊഡ്യൂസറാണ് ഏറ്റവും മുതിർന്ന തൊഴിലാളി, സീനിയർ തൊഴിലാളി. അയാൾ ചെയ്യാത്ത കാര്യങ്ങളില്ല, അയാൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഈ ആട് 1 ഇറങ്ങിയ സമയം ഈ പറഞ്ഞ പോലെ ഒരു ആസ് എ പ്രൊഡ്യൂസർ വലിയൊരു ലാഭമോ അല്ലെങ്കിൽ വലിയൊരു സക്സസോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ്, ബോക്സ് ഓഫീസ് സക്സസ് ഉണ്ടായില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നീട് അതൊരു വലിയ ചർച്ചയായി ട്രെൻഡായി മാറുകയായിരുന്നു. ഇപ്പൊ അവിടുന്ന് എത്തി ആട് 3 എത്തി നിൽക്കുകയാണ്. ഇതൊരു ഈ പറഞ്ഞ പോലെ മലയാളി അന്ന് മുതൽ ആളുകൾ കാത്തിരിക്കുകയാണ് ആട് 2, ആട് 3 എന്നുള്ളത്. ആട് 3യുടെ അനൗൺസ് വന്നു. ഓക്കെ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഒരു വലിയ പടമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനിടയിൽ വന്നിട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കുറെ പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ലൈക്ക് ഒരു രാജ ലുക്കില് ഓഡിയൻസ് പെർസ്പെക്റ്റീവിൽ വന്നിട്ട് ഞങ്ങൾക്ക് അത് അൺഎക്സ്പെക്ടഡ് അല്ല. ഞാൻ ഓഡിയൻസ് പ്രതീക്ഷിച്ചത് കൊടുക്കണം അങ്ങനെ ഉണ്ടല്ലോ. ഞെട്ടി ഈശ്വര എന്താ സംഭവിക്കാൻ എനിക്ക് കുറെ കമന്റ്സ് വന്നു. ഞങ്ങളുടെ പാപ്പൻ ഇങ്ങനെയല്ല, ഞങ്ങളുടെ ഡൂഡു ഇങ്ങനെയല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആൾക്കാരെ തായോ. അപ്പൊ ഞങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ആൾക്കാരെല്ലാം അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ ഇതിപ്പം മറ്റേ ചതിക്കാത്ത ചന്തുല് സലീമേട്ടൻ പറഞ്ഞ ഒരു ഡയലോഗ് പറഞ്ഞത്, ചേഞ്ച് വേണം, ചേഞ്ച് വേണം, എന്നിട്ട് ചേഞ്ച് തരുമ്പോ ഈ ചേഞ്ച് വേണ്ടെന്ന് പറയുന്നത്. ആസ് എ പ്രൊഡക്ഷൻ അങ്ങനെ ഒരു ഇട്ടതിന്റെ ഒരു ഉത്തരം അല്ലെങ്കിൽ റീസൺ എന്താണ്?
അല്ല അങ്ങനെ ഒരു അതാണ് ഇതൊരു എപ്പിക് ഫാന്റസി ജോണറിലുള്ളതാണ്. ഇതിനകത്ത് വേരിയസ് ടൈം ലൈൻസ് ഉണ്ട്, 2 ടൈം ലൈൻ ഉണ്ട്. ഈ 2 ടൈം ലൈനും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ സിനിമ കാണണം. ഈ 2 ടൈമിലും ജീവിച്ചിരുന്ന കഥാപാത്രങ്ങളെ ഇതേ ക്യാരക്ടേഴ്സ് തന്നെയാണ്, ഇതേ ആക്ടേഴ്സ് തന്നെയാണ് പ്ലേ ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. 2 ടൈം ലൈൻസിലുള്ളവരും ആയിട്ടൊരു ബന്ധമുണ്ട്. അത് പിന്നെ പുനർജന്മമാണോ അതിന്റെ ഇതാണോ എന്നുള്ളതൊക്കെ എങ്ങനെ വേണമെങ്കിലും അത് അസ്യൂം ചെയ്ത്, ടൈം ട്രാവൽ പോലെയുള്ള സാധ്യതകളെ പറ്റി വല്ല കരക്കമ്പികളൊക്കെ ഒരുപാടുണ്ട്. കരക്കമ്പികൾ ഒരുപാട് സോഷ്യൽ മീഡിയ തന്നെ ഒരുപാട് കഥകൾ എഴുതി കഴിഞ്ഞു. അഭിനയിക്കുന്ന ലാലേട്ടന്റെ നറേഷൻ ഉണ്ടെന്നും നിഖില വിലമന്റെ ഐറ്റം ഡാൻസ് ഉണ്ടെന്നും പിന്നെ ചിലതൊക്കെ സത്യമായിരിക്കാം, ചിലത് പക്ഷെ നമുക്കിത് കാണുമ്പോൾ ഇത് എങ്ങനെ പുറത്തു വരുന്നു എന്നുള്ളത് കൂടെ അറിയണ്ടേ. എന്നിട്ട് കഥകളൊക്കെ നമ്മളിപ്പം പണ്ട് വാഴൂർ ജോസിന്റെ അടുത്ത് നമുക്കൊരു ലൈൻ കൊടുത്താൽ മതി, അദ്ദേഹം എഴുതുമായിരുന്നു. ഇപ്പൊ അതേപോലെ ബാക്കി അദ്ദേഹം എഴുതിക്കോളും. അതേപോലെ തന്നെ ഇപ്പം എഴുതാൻ ഒരുപാട് പേരുണ്ട്. പോസ്റ്റർ 2 പോസ്റ്റർ കൊടുത്തിട്ട് ഒരു ലൈനും കൊടുത്താൽ മതി, ബാക്കി അങ്ങ് എഴുതി പിടിപ്പിച്ചോളുക. അടുത്ത് 3 ആസ് എ പ്രൊഡ്യൂസർ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടർ ഷമീർ അവിടെ നിൽക്കട്ടെ. ആട് സീരീസിലോ? അല്ല, ആട് സീരീസിൽ എനിക്ക് ഷർബത്ത് ഷമീർ മാറ്റി വെച്ചാൽ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഷർബത്ത് ഷമീറിന് മാറ്റി വെച്ചാൽ എനിക്ക് PP ശശി ആശാനെ ഭയങ്കര ഇഷ്ടമാണ്. ശശി ആശാനെ ഒരു പ്രത്യേക ക്യാരക്ടറാണത്. എനിക്ക് ശശി ആശാന്റെ ക്യാരക്ടർ എന്നെ സംബന്ധിച്ചിടത്തോളം ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമും ഞങ്ങൾക്ക് കോമ്പിനേഷൻ ഉള്ളതും ശശി ആശാനുമായിട്ടാണ്. കൂടുതൽ എനിക്ക് ശശി ആശാൻ എനിക്ക് ചേട്ടൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ എല്ലാ പടങ്ങളിലും കൂടുതലും അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ടറാണ്. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കോമ്പിനേഷൻ നിൽക്കുമ്പോൾ പുള്ളി ഒരു പാപം പോലെ ഇങ്ങനെ വരും സെറ്റിൽ വരുമ്പോൾ. നമ്മളിപ്പോൾ സ്ക്രിപ്റ്റ് പറയുമ്പോൾ ആ സാർ ഞാൻ സെൻട്രൽ പറയുന്നത് സാറൊന്നും പഠിക്കില്ല നാട്ടുകാർ എന്നാണ് അങ്ങനെ പറഞ്ഞു. ഞാൻ ചാനലിലിരുന്നപ്പോൾ തൊട്ട് അങ്ങനെ ഇതായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പുള്ളി ക്യാരക്ടറിലോട്ട് അങ്ങോട്ട് കയറി കഴിയുമ്പോൾ ഒരു വരവുണ്ട് പുള്ളിയുടെ അതായത് ആളങ്ങോട്ട് മാറിയിട്ട് വേറൊരു പരിപാടിയാണ്. അപ്പൊ ആ ക്യാരക്ടർ ആടിലെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും മിഥുനൊരു ബ്രീഫ് ഉണ്ടായിരുന്നു, ഇതിങ്ങനെയാണ്. ഇപ്പം ആടിന്റെ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം വേറെ ചിലരെൻ്റെ അടുത്ത് ചോദിക്കാറ് ഇത് എങ്ങനെയാണ് എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ക്യാരക്ടറിന്റെ സ്വഭാവത്തിൽ മാത്രമല്ല അവരുടെ വേഷവിധാനത്തിലും പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് അല്ലേ. ഇപ്പം താടി വെച്ചിട്ട് ഞാൻ മറ്റേ വരമീശ വെച്ച് കൂളിംഗ് ഗ്ലാസും വെച്ച് തൊപ്പി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഷമീറാവും, ക്യാരക്ടറായി. പാപ്പന്റെ മീശ വെച്ച് കഴിയുമ്പോൾ പാപ്പനാവും. അബു ആ തൊപ്പി വെച്ച് മറ്റേ ഡൂഡു കോട്ടിട്ട് കഴിയുമ്പോൾ ഇതാ കഞ്ചാവ് സോമനും മറ്റവനും ആ നിക്കറും ലുങ്കി ഉടുത്ത് കഴിയുമ്പോൾ അതാവുന്നു അല്ലേ. അപ്പൊ ഓരോ ക്യാരക്ടറിനും ഓരോ എല്ലാ ക്യാരക്ടേഴ്സും ആസ് എ പ്രൊഡ്യൂസർ നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സും ഫാൻ ഫോളോവിങ് വെച്ചിട്ട് ഒബ്വിയസ്ലി പാപ്പനും ഡൂഡിനുമാണ് ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോവിങ് ഉള്ള കഥാപാത്രം. ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ മെയിൻ ഐക്കോണിക് ആയിട്ട് സെൻട്രൽ ക്യാരക്ടർ. സോ ഡെഫിനറ്റ്ലി ദേ ആർ ദെയർ. ബട്ട് എനിക്ക് ശശി ആശാന്റെ ക്യാരക്ടർ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എൻജോയ് ചെയ്യാറുണ്ടോ? ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്, ഭയങ്കരമായിട്ട്. ഇപ്പോൾ അവര് ഈ ക്യാരക്ടറിന് നമ്മളിപ്പം ഇതിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും അവരുടെ ക്യാരക്ടറിൽ സിംഗ് ആണ്, അവരുടെ മാനറിസംസും വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അത് കയ്യിന്ന് ചിലപ്പം കയ്യിന്നല്ല മിക്കവാറും ഇടാറുണ്ട്, ക്യാരക്ടർ വെച്ചിട്ട് ഇടാറുണ്ട്. അപ്പം പെട്ടെന്ന് ഇംപ്രോംപ്റ്റു ആയിട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ചിരിയൊരു ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ചിരിക്കും, പിന്നെ ഒന്നുകൂടെ റീടേക്ക് പോകാന്ന് പറയും. അങ്ങനെയൊക്കെ പല സംഭവങ്ങളും ഉണ്ട്. ഇതുവരെ ഇറങ്ങിയ ഏറ്റവും ഫേവറേറ്റ് സീൻ ഏതാ? ആടില് ഒരുപാട് എപ്പോഴും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഓർത്ത് ചിരിക്കുന്ന. അല്ല, എനിക്കിപ്പോ നേരത്തെ പറഞ്ഞ ഈ ശശി ആശാനെ ഞാൻ കാണാൻ പോകുമ്പോ സ്വിമ്മിംഗ് പൂളിൽ അവിടെ അത് ഞാൻ ഇട്ടതാണ് ആ കാലി വീടിന്. അപ്പൊ വൈഡാണ്, സ്വിമ്മിംഗ് പൂളിന്റെ ഇപ്പുറത്താണ് ക്യാമറ വെച്ചിരിക്കുന്നത്. അപ്പം ശശി ആശാൻ ഇത് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യാം, അങ്ങനെയാണ് എന്തെങ്കിലും ചെയ്യാം എന്നുള്ളത്. വൈഡാണ്, എന്ത് വേണേൽ ചെയ്തോ, പിന്നെ കട്ട്സ് പോവാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ വെച്ചപ്പം ഞാൻ അങ്ങ് വീഴുകയാണുണ്ടായത്. എന്നിട്ട് ഇങ്ങനെ നമ്മുടെ യോഗ പൊസിഷനിൽ എണ്ണിട്ട് ഇരുന്നിട്ട് അടിമ ഞാനാണ് ആശാനെ, അടിമ ഞാനാണ് എന്നെ അവിടെ. അപ്പം മിഥുൻ പറഞ്ഞു ഇതിന് കട്ട്സ് വേണ്ട, ഇത് ഈ ആംഗിൾ തന്നെ മതി, ബിക്കോസ് അതിന് വേറെ കട്ടില്ല, ഫ്രണ്ടും ഇല്ല ബാക്കും ഇല്ല. അപ്പം ആ പൊസിഷനിൽ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, അത് മതി എന്ന് പറഞ്ഞു. അതിന് പിന്നെ ടേക്ക് ഉണ്ടായില്ല.
സോ അപ്പം എല്ലാവരും ആ സീൻ ഇഷ്ടപ്പെടുന്നു. പിന്നെ അത് ഒരുപാട് എടുത്ത് ഇതായിട്ട് വന്നു, ആ അടിമ ഞാനാണ്, അടിമ ഞാനാണ്. അങ്ങനെ എൻ്റെ സീനുകളിൽ എനിക്ക് ഒരു ഫേവറേറ്റ് സീൻ അതാണ്. പിന്നെ ഈ ഒരുപാട് സീനുകൾ പറയുന്നുണ്ടെങ്കിലും അന്ന് ആ ട്രൂ കോളറിന്റെ സീൻ ഭയങ്കര ഹിറ്റായിരുന്നു. ഇരുമ്പ് അബ്ദുള്ള ട്രൂ കോളർ കോളിംഗ് എന്ന് പറയുമ്പോൾ ആ പേര് പറയാം, ഇതൊരു അനോണിമസ് കോളാണ്, പേര് പറയാൻ താല്പര്യമില്ല, ഞാൻ പേര് പറയേണ്ട കാര്യം പറഞ്ഞാൽ മതി. എനിക്ക് നിങ്ങൾ ചെയ്ത റിയാക്ഷനകത്തെ മറ്റൊരു പോലീസ് സ്റ്റേഷനിൽ വെച്ചൊരു തമാശ പറയില്ലേ, അതും അപ്പ ഇട്ടതാ കേട്ടോ. അത് അപ്പ ഉണ്ടായ ഒരു ഞാൻ ഹ്യൂമർ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ അതേപോലെ അത് അന്ന് ഇങ്ങനെ ചിരിക്കുന്നു പറയുമ്പോഴത്തേക്ക് എല്ലാരും ശരിക്കും അതേപോലെ അന്ന് ഉരുത്തിരിഞ്ഞു വന്നൊരു സീനാണ് ആ ബാലയുടെ സീൻ. ഇവരെല്ലാരും പിടിച്ചു നിർത്തിയിട്ട് ഒന്നൊന്നായിട്ട് അതിലെനിക്ക് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ചില സിനിമകളിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് ചിലപ്പോൾ അത് ഉണ്ടായേക്കാം. ഇപ്പം ഈ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഞാൻ ഏതാണ് ഈ ക്യാരക്ടർ, ഇത് ഇച്ചിരി ലൗഡായിട്ടുള്ള ഒരു കഥാപാത്രമാണ്, ഇത് ആരാ, ഇതിന് മുമ്പ് വന്നിട്ടുണ്ടോ എവിടെയെങ്കിലും എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ ഇത് ഷോലെ എന്ന് പറഞ്ഞ സിനിമയിൽ അസ്രാണി ചെയ്തൊരു കഥാപാത്രമുണ്ട്, ജയിലർ. അപ്പൊ അതിനകത്ത് അദ്ദേഹം ഭയങ്കര ലൗഡായിട്ട് അഭിനയിക്കുന്ന ഒരു കഥാപാത്രം. അപ്പൊ ഷോലെ നമ്മൾ കൊച്ചിലെ തൊട്ട് നമ്മൾ സിനിമ എത്രയും, അപ്പൊ അതിനകത്ത് ഈ ജയിലിനകത്ത് ഇങ്ങനെ ഓരോരുത്തരെ ആയിട്ട് നോക്കി പോകുന്ന സീൻ ഇങ്ങനെ വന്നിട്ട് ആ സാധനമായിരുന്നു അത് കൺസീവ് ചെയ്യുമ്പം എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സീൻ. രാമായണത്തിൽ എന്താ സീതയ്ക്ക് എന്താ രാമാല സീതേച്ചി വിളിച്ചിട്ട് വന്നാണ് ദ്രൗപദിക്ക് എന്താ രാമായണത്തിൽ കാര്യം, സീതേച്ചി വിളിച്ചിട്ട് ശരിക്കുണ്ടല്ലോ നമുക്കിപ്പൊ പറഞ്ഞാലും അത് അല്ല, അതൊക്കെ അപ്പൊ ഉണ്ടാക്കിയതാട്ടോ. അതൊക്കെ ഇപ്പം ധർമ്മജൻ ഇറങ്ങി വരുമ്പം അത് ഒടിഞ്ഞു പോയതാ. അപ്പൊ അപ്പൊ ഉണ്ടാക്കിയ ഒരു കോമഡിയാണ്. അയാള് ഇതെന്താടാ 10ാമത്തെ അല്ല കയ്യിലിരിക്കുന്നത്, അയാൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാറില്ല. അത് സത്യത്തിൽ ആ ആനിന്ന് ഇറങ്ങിയപ്പോ പൊട്ടിപ്പോയതാ. അപ്പൊ അതിനെ വെച്ചൊരു ഹ്യൂമർ അപ്പൊ ഉണ്ടാക്കിയതാ. ഈ ഷമീർ എന്ന് പറയുന്നത് ശരിക്കും വില്ലനാണോ അതോ പോസിറ്റീവ് സൈഡാണോ? അയാളൊരു മണ്ടനാണ്, അയാളൊരു ശിക്കാരി ശംഭുവാണ് അല്ലേ. അയാളൊരു മണ്ടനാണ്, പക്ഷെ അയാൾ ചെയ്യുന്ന മണ്ടത്തരങ്ങളിലൂടെ ചില കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ അയാൾക്ക് ഫുൾ ആയിട്ടുള്ള ക്രെഡിറ്റ് കിട്ടുന്നില്ല. അതായത് ഇപ്പൊ അന്ന് മറ്റേ ഇവരെയൊക്കെ പിടിച്ചെങ്കിലും, അണലി സാബുവിനെയും അവരെയൊക്കെ ലാസറിനെയൊക്കെ പിടിച്ചെങ്കിലും ഫുൾ ക്രെഡിറ്റ് അയാൾക്ക് കിട്ടിയില്ല. അയാൾക്ക് ഇടി കിട്ടി, വണ്ടിയിൽ നിന്ന് തെറിച്ചു പോയി, ഇടിയൊക്കെ കിട്ടി, ട്രോഫി കിട്ടി. പക്ഷെ പാപ്പനും ഒക്കെയാണ് അതിന്റെ ക്രെഡിറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇയാളുടെ കൂടെ ജോലി ചെയ്തവരെല്ലാം ഇപ്പൊ CIയും SP വരെയൊക്കെ ആയിട്ടുണ്ട്. ഇയാൾക്ക് എവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഒരു ഫ്രസ്ട്രേഷനും ഇനി അങ്ങോട്ട് ഇത് ചെയ്യണം എന്നുള്ള ആ ഒരു കാര്യങ്ങള് ഞാൻ സീനിയർ ആണെന്നുള്ള മറ്റവരെയൊക്കെ പഠിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുവന്ന ഇയാൾക്ക് ഭയങ്കര ബുദ്ധിയാണെന്ന് കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. ഈ ട്യൂബിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് നമുക്ക് പറയാൻ പറ്റുമോ? അതെ, ഡെഫിനറ്റ്ലി അതെ. എവിടെയാണോ പറഞ്ഞു നിർത്തിയത് അവിടെ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. അതിന് അവിടെ നിന്നൊരു കഥ വേണ്ടേ, അതിനൊരു കഥ എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന സീക്വൻസുകളിലൂടെയാണ് ഈ കഥ മുമ്പോട്ട് പോകുന്നത്. പുതിയ സർപ്രൈസ് കഥാപാത്രങ്ങളോ ഒക്കെ ഉണ്ടാവുമോ? സർപ്രൈസ് എന്നുള്ളതല്ല, ഇപ്പൊ പോസ്റ്ററിൽ വന്നിട്ടുള്ള ആലിയ ബോൺ എന്ന് പറഞ്ഞ ഒരു ഹോളിവുഡിൽ നിന്നുള്ള ഒരു ആക്ഷൻ സ്റ്റാർ ഇതിൽ വരുന്നുണ്ട്. ബാക്കിയെല്ലാം സെയിം കരാറുണ്ട്. ഗസ്റ്റ് അപ്പിയറൻസസ് വരാൻ പോകാം, അതൊക്കെ ഉണ്ടാവും. പക്ഷെ മെയിനായിട്ട് ഈ കഥാപാത്രങ്ങൾ തന്നെയാണ്. ഈ സോഷ്യൽ മീഡിയയിലുള്ള പ്രത്യേകിച്ച്, കാരണം ആടെന്ന് പറയുന്ന സോഷ്യൽ മീഡിയയുടെ പ്രോഡക്റ്റ് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള തുപ്പിയൊക്കെ ഉണ്ട് എന്നുള്ളൊരു ഇല്ല, അതൊക്കെ ചുമ്മാ അത് സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയ കഥകളാണ്. സ്പേസ് ഇല്ല. ആടെന്ന് പറഞ്ഞാൽ തന്നെ ഇത്രയും കഥാപാത്രങ്ങൾ ഉള്ളൊരു, അങ്ങനെ ഒരു മേജർ കഥാപാത്രത്തിനുള്ള സ്കോപ്പ് ഇല്ല. ഈ 2 ഒക്കെ വന്നതുപോലെ എല്ലാവർക്കും ഈക്വൽ സ്പേസ് തന്നെയാണോ? യെസ്, മോർ ഓർ ലെസ്. കുറച്ചൊക്കെ കഥാപരമായിട്ട് നോക്കുമ്പോൾ സ്ക്രീൻ സ്പേസ് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും. പക്ഷെ ആ കഥയിൽ ഈ ക്യാരക്ടേഴ്സിൻ്റെ ഉള്ള ഇമ്പോർട്ടൻസ് ഈക്വൽ തന്നെയാണ്. എല്ലാവർക്കും അവരുടെ റോളുകളുണ്ട്. അല്ല, ഈ കഥയിൽ ഒരു കഥാപാത്രം മാറ്റിയാൽ സിനിമ ഉണ്ടാവില്ല. ശരിക്കും ഞാൻ ഈ പറയുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ആഡ് 3 എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മറന്നിട്ടില്ല ഈവൻ. അത് ആ എക്സ്പെക്ടേഷൻ ആണ് നമുക്ക് ടെൻഷൻ ആവും. ആ എക്സ്പെക്ടേഷൻ നമുക്ക് ചിലപ്പോൾ ഒരു, ബിക്കോസ് ആട് 2 എന്ന് പറയുന്നത് നമുക്ക് അട്ടഹസിച്ച് ചിരിക്കാൻ പറ്റുന്ന ഒരു 25 മൊമെന്റ്സ് അതിലുണ്ടാവും അല്ലേ. 2.5 മണിക്കൂറിൽ നമ്മൾ ഒരു 25 മൊമെന്റ്സ് എല്ലാ 10 മിനിറ്റിലും അട്ടഹസിച്ചിരിക്കുന്ന ഒരു മൊമെന്റും ഗിഗിൾ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു മൊമെന്റ്. പിന്നെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ആ കമ്മട്ടം വന്നിരിക്കുന്നു,
വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു ട്രാവലും അതിന്റെ ബേസിസിലുള്ള പരിപാടികളാണ്. ഓക്കെ. ആട് 3 അങ്ങനെയല്ല. അതിന്റെ മാഗ്നിറ്റ്യൂഡ് വളരെ ഡിഫറെന്റ് ആണ്, അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് വളരെ ഡിഫറെന്റ് ആണ്. എന്ന് വെച്ചിട്ട് ഹ്യൂമർ എന്ന് പറയുന്ന ഫ്ലേവർ വിട്ട് മാറുന്നില്ല. പിന്നെ ഈ അട്ടഹസിച്ച് ചിരിക്കാനുള്ള എത്ര മോമെന്റ്സ് ഉണ്ടെന്നുള്ളത് നമ്മളിപ്പം സീൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചിരിച്ചിട്ടുണ്ടാവാം. അത് ഓഡിയൻസ് ആണ്. ചിലപ്പോൾ നമ്മൾ ചിരിക്കാത്തൊരിടത്ത് വേറൊരാൾ ചിരിച്ചിട്ടുണ്ടാവാം. അല്ലെ, ഓഡിയൻസിൽ അത് മനസ്സിലാവും. അപ്പം ഇതിലൊരു സ്റ്റോറി വളരെ ശക്തമായിട്ട് പോകുന്നു. അപ്പം ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫും ഫസ്റ്റ് ഹാഫിൽ കുറച്ചും കൂടെ സ്റ്റോറിയിലേക്ക് വരികയും എന്ന് ഹ്യൂമർ വിടാതെ തന്നെ സ്റ്റോറി ഉണ്ട്. സെക്കൻഡ് ഹാഫ് എനിക്ക് തോന്നുന്നു വി ക്യാൻ കമ്പയർ ഇറ്റ് വിത്ത് ആട് 2 എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. ഈ നമ്മൾ ഈ അഭിനയിക്കുന്ന ഈ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഇത്രയും ടെൻഷനുള്ള ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലുള്ള ക്യാരക്ടർ ചെയ്യുമ്പോൾ ഇതെങ്ങനെ രണ്ടും കൂടെ കൊണ്ടുപോകും? അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് ആടിലെ കഥാപാത്രമായതുകൊണ്ടും നമ്മളിത് ഓൾറെഡി ഉള്ളിൻ്റെ ഉള്ളിൽ കൺസീവ് ചെയ്തിരിക്കുന്നുണ്ടും. പക്ഷേ ഇറ്റ് വാസ് വെരി ടഫ് ദിസ് ടൈം. അത്ര ഈസി ആയിരുന്നില്ല. എൻ്റെ സ്ട്രെസ് എൻ്റെ മുഖത്ത് കാണുന്നുണ്ടായിരുന്നു. ഞാൻ തന്നെ എനിക്ക് എൻ്റെ സീനുകൾ ഞാൻ പലതും വെട്ടി കുറച്ച്, പിന്നെ ഇത് വേണോ, ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ പോലെ എന്ന് പറയും. ബിക്കോസ് അത്രമാത്രം നമ്മൾ ഭയങ്കര സ്ട്രെസ്സിലൂടെ, ബിക്കോസ് മഴ, ഇത്രയും പേര് ആർട്ടിസ്റ്റ്, ജൂനിയർ ആർട്ടിസ്റ്റ്, മറ്റതും മറിച്ചത്. ഓരോ ഷോട്ട് കഴിയുമ്പോഴും ഞാൻ എൻ്റെ പ്രൊഡ്യൂസർ റോളിലേക്ക് മാറുന്നു. അത് ട്രബിൾ ഷൂട്ടിങ്, ഇതെന്ത് ചെയ്യണം, അത് എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ സെക്കൻഡ് ടേക്കിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ടയറിങ് ആയിട്ട് തോന്നാറുണ്ട്. എന്നാലും അത് ആദ്യത്തെ പോർഷനിലാണ് കുറച്ച് ടഫ് പരിപാടികൾ വന്നിരുന്നത്. അപ്പം അത് കുറച്ചും കൂടെ സീരിയസ് ആയിരുന്നുകൊണ്ട് അത് കുറച്ച് സിറ്റുവേഷണൽ ഹ്യൂമറാണ്. അതിൽ ക്യാരക്ടേഴ്സ് കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സിറ്റുവേഷണൽ ഹ്യൂമർ ആയിരുന്നു വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ആ ഒരു മൂഡ് അതിന് ഓക്കെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നി, പിടിച്ചു നിന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ അത് കുറച്ച് ടഫായി പോയത്. അത് മറ്റേ സ്ലാപ്സ്റ്റിക് ഹ്യൂമർ ആണല്ലോ. അപ്പൊ അത് അത്രയും ഫ്രീ മൈൻഡ് ആയിരുന്നു, ഇളകി ചെയ്യണം. ഇച്ചിരി പാടായിരുന്നു, പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്നത് അത്രയും. പിന്നെ നമ്മള് ചിലപ്പോൾ സ്ട്രെസ് വരുമ്പോൾ നമ്മൾ സ്ട്രെസ് ഈറ്റിംഗ് വരും. എനിക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് മെന്റലി ടയേർഡ് ആവും. സോ ഐ ജസ്റ്റ് ടേക്ക് എ നാപ്പ് ഓർ സംതിങ് അങ്ങനെ. അപ്പം അപ്പൊ കയറി ഷോർട്ടിന് വിളിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇറിറ്റേറ്റഡ് ആവും. ബിക്കോസ് ഫുഡ് കഴിച്ചിട്ട് ഒന്നാമത് നമുക്ക് ഈ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അധികം ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ. എന്നാലും അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ഒത്തു വരണ്ടേ. ചിലപ്പോൾ നല്ല സ്ട്രെസ്സിലിരിക്കുമ്പോ പോയൊരു ബിരിയാണി വാങ്ങിച്ചോണ്ട് പോകാന്ന് പറയാം. പക്ഷെ ആ ബിരിയാണി വന്നിരിക്കുമ്പോ എന്റെ പൊന്നെ അടുത്ത സീനുണ്ട് നാളെ, ഇതിന് ഒരു ഇഞ്ച് കൂട്ടേണ്ടി വരുമോ എന്നൊക്കെ ഉള്ള പേടിയുണ്ട്. ഈ പ്രോബ്ലംസ് വരുമ്പോ വിജയബാബു എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുന്നത്? ലൈഫിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ്? അല്ല, പ്രോബ്ലംസ് ഞാൻ അധികം സ്ട്രെസ് വെളിയിലോട്ട് കാണിക്കാറില്ല. ഒരുപാട് അത് നമ്മുടെ ചെറുപ്പകാലത്ത് തന്നെ ഒരുപാട് ഇഷ്യൂസ്, ഐ മീൻ ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം എന്നുമായിട്ടുണ്ട്. അപ്പം അത് ഞാനൊന്ന് ടേക്ക് എ ഡീപ് ബ്രെത്ത്, തിങ്ക്. അപ്പോൾ പ്രോബ്ലംസ് നമ്മളങ്ങനെ വിടാറില്ല. അതെങ്ങനെ സോർട്ട് ചെയ്യാം എന്നുള്ളത് നമ്മൾ വി ഗോ ബാക്ക് ടു ഐ മെന്റലി ഗോ ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ് ആൻഡ് സി ഓക്കെ പിന്നെ ഒരു പ്രോബ്ലം വന്നു, നൗ വാട്ട് ഇസ് ഇറ്റ്, വിട്ട് കളയുന്നത്, ഫേസ് ഇറ്റ്. ഐ ഫേസ് ഇറ്റ് ആൻഡ് ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ ഇറ്റ് ആൻഡ് ആക്ട് ടുവേർഡ്സ് ഇറ്റ്. ഈ ഒരു ഇത് ബിസിനസ് എന്ന് പറയുമ്പോൾ പോലും ഇത് ശരിക്കും ഒരു ഗാംബ്ലിംഗ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സിനിമ എന്ന് പറയുന്നത് ഒരു ചൂതാട്ടം പോലെ, അല്ലെങ്കിൽ നമ്മൾ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ. അല്ല, അത് ചൂതാട്ടം എന്ന് വിളിക്കുന്നതിന് കാരണം മറ്റുള്ള ബിസിനസ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ്. മറ്റുള്ള ബിസിനസ്സിൽ ഒരു പ്രോസസ്സ് ഉണ്ടല്ലേ. അല്ലെങ്കിൽ ഇപ്പം റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ ഇപ്പോൾ ഫ്ലാറ്റ് പണിയുന്ന ബിസിനസ്സാണ്. നമ്മൾ ലാൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, നല്ല കോസ്റ്റിൽ വാങ്ങിക്കുന്നു, ഫ്ലാറ്റ് പണിയുന്നു, പിന്നെ പ്രോസസ്സാണ് വിൽപ്പന എന്നുള്ളൊരു പ്രോസസ്സ് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇനി അത് വിറ്റില്ലെങ്കിലും അസറ്റ് അവരുടെ വ്യക്തിയുടെ കയ്യിൽ അസറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, അത് വിൽക്കുന്നവരെ അല്ലേ. അപ്പം റിസ്ക് എലമെന്റ്, റിസ്ക് എലമെന്റ് ഇല്ലാത്ത ബിസിനസ് ഇല്ല. പക്ഷെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു ദിവസം മാത്രമേ ഒരു സിനിമ ഒരു വട്ടം റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് റിലീസായി നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. വേറൊരു ബിസിനസ് അങ്ങനെ ഉണ്ടോ എന്ന് അങ്ങനെ ഒരു ദിവസത്തെ ഒരു വർഷം മൊത്തം പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത് ക്രാക്കേഴ്സിന്റെ ബിസിനസ്സാണ്. പടക്കം എന്റെ മനസ്സിലെ പോയാൽ വർഷം മൊത്തം അതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ദീപാവലിക്കാണ് അത് പൊട്ടിക്കുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോ ഇത് കുറേ കാര്യങ്ങൾ ഒത്തു വരുമ്പോഴേ ഒരു സിനിമ, അതാണ് ഭാഗ്യം ചിലപ്പോൾ കൂടെ വേണമെന്ന് പറയുന്നത്.
ഒരു 50% ഭാഗ്യം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണം ഇത് ഇറങ്ങുന്ന സമയം കറക്റ്റായിരിക്കണം. അല്ലേ? നമ്മൾ ഇറങ്ങുന്ന സമയം നമ്മൾ ഇറക്കാൻ തീരുമാനിച്ചു, ഇറങ്ങി ആ ഒരാഴ്ച ഗംഭീരമായിട്ട് മഴയും വെള്ളപ്പൊക്കവും വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇറക്കാൻ പറ്റത്തില്ല. മനസ്സിലായി, അത് കഴിഞ്ഞു. ഇറക്കുന്ന അത് ഇറക്കുന്ന സമയം, ഇറക്കുന്ന രീതി, അത് മാർക്കറ്റ് ചെയ്യപ്പെടുന്ന രീതി, അതിലെ എല്ലാ കാര്യങ്ങളും ഒത്തു വരുമ്പോഴാണ് ഒരു സിനിമ ഇതാവുന്നത്, അത് സക്സസ് ആവുന്നത്. അവിടെയാണ് ഭാഗ്യം എന്ന് പറയുന്ന എലമെന്റ്. ഇപ്പം നമ്മൾ ഒരുപാട് പേരെ യുണൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന്, അല്ലെ, പല തലങ്ങളിൽ പല തട്ടുകളിൽ നിൽക്കുന്ന, ചിലപ്പോൾ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത കുറേ ആൾക്കാരെ നമ്മൾ കൊണ്ടുവരുന്നു. അപ്പോൾ അവിടെ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കോസ്റ്റ് ഇട്ടിട്ടാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ക്രിപ്റ്റ് എടുക്കുന്നു. ആ സ്ക്രിപ്റ്റ് വർക്കാവുന്നു നമുക്ക് ഫീൽ ചെയ്യുന്നു. ആ സ്ക്രിപ്റ്റിന് അനുയോജ്യമായ ആക്ടേഴ്സിനെ നമ്മൾ എടുക്കുന്നു. ആ സ്ക്രിപ്റ്റിന് അനുയോജ്യമായ ടെക്നീഷ്യൻസിനെ നമ്മൾ കൊണ്ടുവരുന്നു. ഇവരെ എല്ലാം കൂടെ എൻ്റെ ലൊക്കേഷൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആ ലൊക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ആക്ടേഴ്സും നമ്മളെല്ലാവരും കൂടെ പോയി അത് നിന്ന് ചെയ്യുന്നു. ഭാഗ്യം എന്ന് പറഞ്ഞ ഫാക്ടേഴ്സ് വരുന്ന എവിടെയാണ്? നമ്മളെല്ലാം ചെയ്തു, പക്ഷേ സിനിമ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ലീഡ് ആക്ടറിൻ്റെ കാലൊടിഞ്ഞു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ലീഡ് ആക്ടർ എന്നല്ല, ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് കമ്മിറ്റ് ചെയ്തു, കുറച്ച് സീൻ കഴിഞ്ഞു, അദ്ദേഹത്തിന് സുഖമില്ലാതാവുന്നു, ചെറിയ ആക്സിഡൻറ്റ്, എന്ത് സംഭവിക്കാം, ലൊക്കേഷനിൽ മഴ പെയ്തു, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇൻവോൾവ് ആണ്. ഈ വിജയബാബു, ഈ ഭാഗ്യം എന്ന് പറയുന്ന സാധനത്തെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? ഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ജോലി ചെയ്തു, പിന്നെ പ്രകൃതി നമ്മളോടൊപ്പം നിൽക്കണം. അല്ലേ, the entire universe should conspire along with us to make that succeed. അവിടെയാണ് ആ ഭാഗ്യം എന്ന് പറയുന്ന എലമെന്റ് വരുന്നത്. ഇപ്പം ഞാനിപ്പം ബാലാട്ടി എന്ന് പറയുന്ന സിനിമ നമ്മൾ കൺസീവ് ചെയ്യുന്നു ഡോഗ്സിനെ വെച്ചിട്ട്. അന്ന് കോവിഡ് വന്നു. കോവിഡ് വരുന്നതിന് മുമ്പ് അതൊരു ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റാണ്. പക്ഷേ ഈ പട്ടിക്കുട്ടികളെ കുറച്ച് വളർത്തി കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ കയ്യിൽ ആണ്. ഈ 9 ഡോഗ്സ്, അതിൻ്റെ ട്രെയിനേഴ്സ്, ഇതെല്ലാം ഇപ്പം നമ്മൾ പ്രീ പ്രൊഡക്ഷൻ കയറി പോവാണ്. 1.5 കോടി രൂപയാണ് എൻ്റെ പ്രീ പ്രൊഡക്ഷൻ സിനിമയ്ക്ക് മുമ്പ്. കോവിഡ് വരുമെന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ ആ സിനിമ ചെയ്യുമ്പോൾ തന്നെ. അത് കഴിഞ്ഞിട്ട് അത് മാർക്കറ്റ് ചെയ്യപ്പെടുന്നു. ഇറങ്ങുമ്പോൾ ആ ഇറങ്ങുന്ന ഡേറ്റിൽ 2 ഓപ്പൺഹൈമർ ആൻഡ് ബാബി എന്ന് പറയുന്ന 2 സിനിമകൾ അവിടെ വരുന്നത്. അതിൻ്റെ കൂടെ ഘോര മഴയും. അപ്പം അവിടെ നമുക്ക് ഒരു നല്ല പ്രോഡക്റ്റാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. OTT വരുമ്പോൾ അത് എല്ലാ ലാംഗ്വേജിലും ടോപ്പ് സിനിമയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ എന്തോ ഒരു ഭാഗ്യത്തിൻ്റെ എലമെന്റ് കൊണ്ടിട്ട് നമുക്കത് ബോക്സ് ഓഫീസിൽ വർക്കാവാതെ പോകുന്നു എന്നുള്ളത്. അതെ, വിജയബാബു എന്ന് പറയുന്ന ആൾ ഭാഗ്യവാനാണോ? കമ്പാരിറ്റീവ്ലി എനിക്ക് സിനിമയിൽ നിന്നും നല്ല കാര്യങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. കാരണം 24 സിനിമകൾ ചെയ്തിട്ടും ഞാൻ ഇന്ന് ഒരു മൾട്ടി സ്റ്റാറർ ബിഗ് ബഡ്ജറ്റ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു. 80% സക്സസ് റേഷ്യോ. അത് ബോക്സ് ഓഫീസിലാണെങ്കിലും ഒരു OTTയിൽ വരുമ്പോൾ, അല്ലെങ്കിൽ എല്ലാ സിനിമകളും സെല്ല് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ എല്ലാ സിനിമകളും അതിൻ്റെ 360 ഡിഗ്രീസിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. നമ്പർ 1 അത് തന്നെ ഒരു ഭാഗ്യമാണ്, അല്ലേ? ഒരു 75% സക്സസ് റേഷ്യോ ബോക്സ് ഓഫീസിൽ. അതായത് വലിയ പ്രോഫിറ്റ് നേടി സൂപ്പർ ഹിറ്റായി എന്നുള്ളതല്ല, മുടക്ക് മുതൽ തിരിച്ചു കിട്ടി, പ്ലസ് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നുള്ള അത് തിരിച്ച് അടുത്ത സിനിമ ചെയ്യാനായിട്ട് നമുക്ക് ഭാഗ്യമുണ്ടായി. അതുകൊണ്ടായി ആ അടുത്ത സിനിമകൾ ചെയ്യാം. അങ്ങനെ 24 സിനിമകൾ എത്തി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് അക്ലോഡ്സ് എന്ന് പറയുന്നത്, അത് ദേശീയ പുരസ്കാരമാണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള പുരസ്കാരങ്ങൾ, അങ്ങനെയുള്ളത് നമ്മുടെ സിനിമകൾക്ക് കിട്ടുന്ന അംഗീകാരങ്ങളും നമുക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് തിരിഞ്ഞു നോക്കുമ്പോൾ വി ഹാവ് ബീൻ ഗുഡ്, ഗോഡ് ഹാസ് ബീൻ കൈൻഡ് ടു അസ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഫ്രൈഡേ എന്ന് പറയുന്നത് വലിയൊരു ബ്രാൻഡായി. അത് ബ്രാൻഡ് ആവുന്നത് ഇതെല്ലാം. അപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ യെസ്, നമുക്ക് ദൈവം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ള തോന്നൽ വരാറുണ്ട്. ഈ ചിലത് വർക്കാവാതെ പോകുമ്പോൾ നമുക്ക് കിട്ടിയ ബ്ലെസ്സിങ്സിനെ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഓക്കെ, ഇത് വർക്കായില്ല, അപ്പം നമുക്ക് അങ്ങനെയും തന്നിരുന്നല്ലോ. ഇപ്പൊ കോവിഡ് സമയത്ത് മറ്റുള്ളവർക്ക് പല സിനിമകളും സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത്, ഒരു റവന്യൂവും ഇല്ലാതെ പല പ്രൊഡക്ഷൻ ഹൗസുകളും ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് 2 സിനിമകൾ നമുക്ക് ഇറക്കാൻ കഴിഞ്ഞു. കുറേ പേർക്ക് നമ്മുടെ സ്റ്റാഫിന് ജോലി കൊടുക്കാൻ കഴിഞ്ഞു. ആ സിനിമയ്ക്ക് വലിയ അംഗീകാരം കിട്ടുന്നു 2 സിനിമകൾക്കും.